ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയാലോ? അതെ, വിവേകാനന്ദ പാറയും 133 അടി ഉയരമുള്ള തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലം അങ്ങ് കന്യാകുമാരിയിൽ. ഒരുപാട് നാളായി കന്യാകുമാരിയിലോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ഇന്നാണ് സമയം കിട്ടിയത്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. സാധാരണ കന്യാകുമാരിയിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ളത് അവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമനവും. പക്ഷേ മഴയുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കത് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഈ കാണുന്നതാണ് ഗാന്ധി മണ്ഡപം. കന്യാകുമാരിയിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. ഇതാണ് നമ്മുടെ കന്യാകുമാരി ബീച്ച്. ആളുകൾ ഇവിടെ താഴെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. മാത്രമല്ല ഇവിടെ കുളിക്കാനും സാധിക്കും. നമ്മൾ ആ കാണുന്നതാണ് പുതിയ പാലം. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കാണില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ബോട്ട് സർവീസിൻ്റെ സ്ഥലം വരുന്നത്. രാവിലെ 7:45 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ ബോട്ട് സർവീസ് നമുക്ക് ലഭിക്കുന്നത്. തിരക്ക് കുറവാണെന്ന് പ്രതീക്ഷിച്ച് വന്നപ്പോൾ സംഭവിച്ചത് ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. 7:45 ആണ് ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിക്കുന്നത്. ഞങ്ങൾ ഒരു 15 മിനിറ്റ് ലേറ്റായി പോയി. അപ്പോഴേക്കും ഇത്രയും വലിയൊരു ക്യൂ ഇവിടെ ഉണ്ടായി. ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കേണ്ടി വന്നു. നമ്മൾ ഈ നിൽക്കുന്നത് 100 രൂപയുടെ ടിക്കറ്റിന് വേണ്ടിയാണ്. ഇവിടെ 100 രൂപയുടെ ടിക്കറ്റ് മാത്രമല്ല ഉള്ളത്, 300 രൂപയുടെ ടിക്കറ്റും ഇവിടെ അവൈലബിൾ ആണ്. 300 രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ക്യൂവിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നേരെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തെത്താം. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ബോട്ടിങ്ങിലേക്ക് പോകാം. പക്ഷേ 100 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഇതുപോലെ മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ഞങ്ങൾ തന്നെ ഏകദേശം 2.5 മണിക്കൂറോളം ക്യൂ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തിയത്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം വിചാരിച്ചു ഇനി പെട്ടെന്ന് ബോട്ടിങ്ങിലേക്ക് പോകാമെന്ന്. പക്ഷേ ഇവിടെയും ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇവിടുത്തെ ക്യൂ വലിയ താമസം ഇല്ലാതെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചു. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് വേണം ബോട്ടിൽ കയറാൻ. ബോട്ടിൽ കയറിയാൽ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇതാണ്. അങ്ങനെ നീണ്ട ഒരു 3 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം അവസാനം ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് എത്തി. മുകളിലോട്ട് കയറണമെങ്കിൽ 30 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടി വരും. എൻട്രി ടിക്കറ്റ് എടുത്താൽ മാത്രമേ മുകളിലോട്ട് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് നേരെ മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് തിരിച്ചു പോകാൻ വേണ്ടി ബോട്ടിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളെയാണ്. ഇതാണ് നമ്മുടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ അഥവാ വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ഇവിടെ ധ്യാനിച്ചിരുന്നു. വിവേകാനന്ദ സ്വാമിയുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകാന്ത രാമകൃഷ്ണ റാണ്ഡെ സെക്രട്ടറിയുമായുള്ള വിവേകാനന്ദ പാറയുടെ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത്.
ഇതാണ് നമ്മുടെ തിരുവല്ലൂർ പ്രതിമയും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും. നമുക്കിനി ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണിത്. വിവേകാനന്ദ പാറയിന് 133 അടി ഉയരത്തിലുള്ള തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പുതിയ പാലം, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് പാലം ഇത് ആദ്യമായിട്ടാണ്. ഏകദേശം 77 മീറ്റർ നീളത്തിലാണ് കന്യാകുമാരിയിലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തയ്യാറാക്കിയിരിക്കുന്നത്. 133 അടി ഉയരമുള്ള ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന് 10 മീറ്റർ വീതിയാണ് ഉള്ളത്. ശക്തമായി താഴെ പാറയിൽ വന്ന് വെള്ളം പതിക്കുന്ന തരത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സമ്മാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജും അവിടുത്തെ വിശേഷങ്ങളും. പുതിയൊരു സ്ഥലവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.